നമസ്കാരം. ഇന്ന് നമ്മൾ പ്രാണവിദ്യ എന്നൊരു പുരാതന രോഗശാന്തി രീതിയെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെ തോന്നാറില്ലേ? അപ്പോൾ ഈ സോഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിൻ്റെയൊക്കെ ഉത്തരം ഒരുപക്ഷേ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ തന്നെയുള്ള ഒരു എനർജി സിസ്റ്റത്തിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. അസുഖത്തിന്റെ കാരണം മുതൽ ഇതിന്റെ റിസൾട്ട് വരെ നമ്മൾ കവർ ചെയ്യും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ സാധാരണ അസുഖങ്ങൾക്കെല്ലാം ഒരു മൂലകാരണമുണ്ടാകുമല്ലോ. അതെന്താണെന്നാണ് ഈ സോഴ്സ് പറയുന്നത്. ഈ സോഴ്സ് പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവശക്തി, അതായത് പ്രാണൻ, അതിങ്ങനെ ഫ്രീയായി ഒഴുകിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇതിനെന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അതാണ് പല ശാരീരികവും മാനസികമായ അസുഖങ്ങളായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രാണൻ? എന്താണ് ഈ പറയുന്ന എനർജി? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അവിടെ പ്രാണൻ എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. പ്രാണെന്നു പറഞ്ഞാൽ നമ്മളെയും ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും ജീവനോടെ നിർത്തുന്ന ഒരു അടിസ്ഥാന ഊർജ്ജമാണ്. അത് ഈ യൂണിവേഴ്സൽ കോസ്മിക് എനർജിയായും നമ്മുടെ ശരീരത്തിൽ ബയോ എനർജിയായും നമുക്ക് ചുറ്റും ഒരു ബയോമാഗ്നറ്റിക് ഫീൽഡ് അഥവാ ഓറയായും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എനർജി എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത്? അതിനൊരു വഴിയുണ്ടാകുമല്ലോ. ഈ സോഴ്സ് അതിനെ നമ്മുടെ ശരീരത്തിലെ എനർജി ഹൈവേകൾ എന്നാണ് വിളിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു അതിശയം തോന്നും, അല്ലേ? യോഗശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനത്തെ 72,000 സൂക്ഷ്മമായ ഊർജ്ജ നാഡികൾ അല്ലെങ്കിൽ ചാനലുകളുണ്ട് എന്നാണ് പറയുന്നത്. ഈ 72,000 നാഡികളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണിവ: ഇട, പിംഗള, പിന്നെ സുഷുമ്ന. നമ്മുടെ എനർജി ഫ്ലോയുടെ മെയിൻ ഹൈവേകൾ ഇവയാണെന്ന് പറയാം. ഇനി ഈ പറഞ്ഞ സുഷുമ്ന നാഡിയിലുള്ള പ്രധാനപ്പെട്ട എനർജി സെന്റേഴ്സാണ് ചക്രങ്ങൾ. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചക്രങ്ങളെ ഹീൽ ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനെ, അതായത് സബ്കോൺഷ്യസ് മൈൻഡിനെ ക്ലീൻ ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നം എന്താണെന്നും നമ്മുടെ എനർജി സിസ്റ്റം എങ്ങനെയാണെന്നും നമ്മൾ കണ്ടു. ഇനി ഇതിനുള്ള പരിഹാരം എന്താണ്? അതാണ് പ്രാണവിദ്യ എന്ന പ്രാക്ടീസ്. പ്രാണവിദ്യയുടെ പ്രധാന ലക്ഷ്യം തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള നെഗറ്റീവ് പാറ്റേണുകൾ കളയുക എന്നതാണ്. അതായത് നമ്മുടെ ഭയം, ഉത്കണ്ഠ, പഴയ ട്രോമകൾ, എന്തിന് മുൻ തലമുറകളിൽ നിന്ന് കിട്ടിയ ചില ശീലങ്ങൾ വരെ ഇതിലൂടെ മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ പ്രോസസ്സിന് ഒരു ക്രമമുണ്ട്. ആദ്യം നാഡികളെ ശുദ്ധീകരിക്കണം. നാഡീശുദ്ധി പ്രാണായാമം പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഈ ഊർജ്ജപാതകൾ ക്ലിയർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള കുണ്ടലിനി ശക്തിയെ സുരക്ഷിതമായി ഉണർത്തി സുഷുമ്നയിലൂടെ മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ. ശരി, അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഒരാൾക്ക് എങ്ങനെയുള്ളൊരു മാറ്റമാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? ഇവിടെ നോക്കൂ, ഈ താരതമ്യം വളരെ വ്യക്തമാണ്. ഒരു വശത്ത് ഊർജ്ജ തടസ്സങ്ങളുള്ള അവസ്ഥ, നടുവേദന, പ്രമേഹം, ഡിപ്രഷൻ. മറുവശത്ത് ജീവശക്തി ഫ്രീയായി ഒഴുകുന്ന അവസ്ഥ, നല്ല ആരോഗ്യം, മാനസികമായ തെളിച്ചം, ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സ്. ഈ സോഴ്സ് പറയുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ്. നടുവേദന, പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ മാറുക, ഡിപ്രഷനും ആൻസൈറ്റിയും ഇല്ലാതാവുക, നല്ല ഡീപ്പ് റിലാക്സേഷൻ കിട്ടുക, പിന്നെ നമ്മുടെ മനസ്സിന്റെ പവർ അൺലോക്ക് ചെയ്യാൻ സാധിക്കുക. അതുവഴി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഓക്കേ, ഇനി നമുക്ക് ഈ പ്രാണവിദ്യയുടെ ചരിത്രവും പാരമ്പര്യവും ഒന്ന് നോക്കാം. ഇത് എവിടെ നിന്ന് വന്നു, എത്ര പഴക്കമുണ്ട് എന്നൊക്കെ. ഇതിന്റെ പഴക്കം മനസ്സിലാക്കാൻ ഈയൊരു താരതമ്യം നമ്മളെ സഹായിക്കും. ഹിപ്നോസിസ് എന്നത് ഏകദേശം 200 വർഷം മാത്രം പഴക്കമുള്ള ഒരു ആധുനിക സൈക്കോളജിക്കൽ ടെക്നിക്കാണ്. പക്ഷെ പ്രാണവിദ്യയോ? അത് നൂറ്റാണ്ടുകളായി ഋഷിമാരും യോഗികളും കൈമാറി വന്ന ഒരു പുരാതന ശാസ്ത്രമാണ്. പണ്ടുകാലത്ത് ഈ ശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയ യോഗികൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർക്ക് അവരുടെ നോട്ടത്തിലൂടെയോ ഒരു സ്പർശനത്തിലൂടെയോ, എന്തിന് പറയുന്ന വാക്കുകളിലൂടെയോ വരെ പ്രാണശക്തി മറ്റൊരാളിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കീ ഒരു അവസാന ചിന്തയോടെ നിർത്താം. ഈ സോഴ്സ് പറയുന്നത് ഇതാണ്: ഇതൊരു രഹസ്യ പരിശീലനമാണ്. ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുപോലുമില്ലാത്തത്. അപ്പോൾ പ്രാണവിദ്യ വെറുമൊരു ടെക്നിക്കല്ല, തലമുറകളായി രഹസ്യമായി സൂക്ഷിച്ച ഒരു ശാസ്ത്രം കൂടിയാണ്.